കൺസെപ്റ്റ് എല്ലാം തീർന്നു. ഓക്കെ. അപ്പം ആ 8.2ന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇവാലുവേറ്റ് അല്ലെ, ഇവാലുവേറ്റ് sin 60 cos 30 plus sin 30 cos 60 ആണ് അല്ലെ. നമുക്കറിയാം sin 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √3/2 ആണ്, cos 30 എന്ന് പറഞ്ഞാലും √3/2 ആണ്, sin 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 ആണ്, cos 60 1/2 ആണ്. ഇവിടെ ന്യൂമറേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ √3 × √3 ഡിവൈഡഡ് ബൈ 2 × 2 ഡിനോമിനേറ്റർ ടു ഡിനോമിനേറ്റർ. ഇവിടെ 1 × 1 ഡിവൈഡ് ബൈ 2 × 2. അങ്ങനെയാണെങ്കിൽ 3/4 പ്ലസ് എത്രയാ 1/4. അങ്ങനെയാണെങ്കിൽ 4/4 ഈസിക്കൽ എത്രയാ 1 ആണോ? അതെ. ഓക്കെ. രണ്ടാമത്തേത് ഒന്ന് ചെയ്തോ, ചെയ്തിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ചെയ്തോ ശ്രേയ? അത് കുറച്ച് കിട്ടി. ചെയ്തോ. കിട്ടി. ഓക്കെ. 2 tan square 45 plus 2 tan square 45 plus cos square 30 minus sin square 60. ഇവിടെ ശ്രദ്ധിക്കണം, 2 into tan 45 എന്ന് പറയുമ്പോൾ എത്രയാ 1 ആണ്, 2 into 1 square plus cos 30 എന്ന് പറയുമ്പോൾ എത്ര cos 30 √3/2 ആണ്, cos square 30 ആണ്, അപ്പൊ അതിന് സ്ക്വയർ എടുക്കണം, മൈനസ് sin square 60 എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര sin 60 √3/2 തന്നെയാണ്, √3/2 ഹോൾ സ്ക്വയർ ആണോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ 2 പ്ലസ് എന്താന്ന് എടുക്കാം, √3യുടെ സ്ക്വയർ √3 × √3 ആണ്, അത് 3 ആണ്, 2 × 2 4 ആണ്, മൈനസ് ഇവിടെയും 3/4. നമുക്കറിയാം പ്ലസ് 3/4 നിന്ന് മൈനസ് 3/4 പോയി കഴിഞ്ഞാൽ ഇത് രണ്ടും 0 ആയി പോയി, ബാക്കി എന്തത് വരും, ബാക്കി 2 എന്ന് വരും. അതായിരിക്കും ആൻസർ ആണോ? എത്ര കിട്ടി? തെറ്റി. ഇവിടെ LCM എടുത്തു ഇല്ല, 2 കിട്ടി. അടുത്തത് മൂന്നാമത്തേത്. ഇവിടെ LCM എടുക്കേണ്ട ആവശ്യമില്ല, ഇത് രണ്ട് സെയിം ടൈം, ഇതൊരു മാങ്ങ ഇതൊരു മാങ്ങ, ഒരു മാങ്ങ പോയി, അപ്പം അങ്ങനെ അങ്ങ് കൺസിഡർ ചെയ്ത് LCM ഒന്നും എടുക്കണ്ട. അപ്പം അടുത്തത് cos 45 ഡിവൈഡഡ് ബൈ sec 30 പ്ലസ് cosec 30. ചെയ്തിട്ട് ആൻസർ പറഞ്ഞു. പെട്ടെന്ന് ചെയ്യണേ, നമുക്ക് ഈ എക്സസൈസ് അടുത്ത എക്സസൈസിലെ മാക്സിമം തീർക്കാം.
ഇത്ര സമയം പാടില്ല. എത്രയാ? കിട്ടിയില്ല. കിട്ടിയില്ല. ഓക്കെ, നോക്കിയോ. ഈസിക്കൽ ടു കോസ് 45 എന്ന് പറയുമ്പോൾ 1/√2 ആണോ? സീക് 30 എന്ന് പറയുമ്പോൾ കോസ് 30യുടെ ഓപ്പോസിറ്റാ. കോസ് 30 എന്ന് പറയുമ്പോഴത്തേക്കും √3/2 ആണ്. അപ്പൊ സീക് 30 എന്ന് പറയുമ്പോൾ 2/√3 ആണ്. ആണോ? പ്ലസ് കൊസീക് 30 എന്ന് പറയുമ്പോൾ സൈൻ 30യുടെ റെസിപ്രോക്കൽ. സൈൻ 30 എന്ന് പറയുമ്പോഴത്തേക്കും 1/2 ആണ്. അപ്പം കൊസീക് 30 എന്ന് പറയുമ്പോൾ 2/1 ആണ്. ആണോ? ഈസിക്കൽ ടു 1/√2 അതേപോലെ തന്നെ എഴുതി താഴെ ഇവിടെ LCM എടുക്കാം. ഇവിടെ LCM എടുക്കണമെങ്കിൽ ഇവിടെ √3 ഉണ്ട്, ഇവിടെ 1 ഉള്ളൂ. എന്ത് ചെയ്താൽ മതി? ഇതിങ്ങോട്ടും 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 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പം ഇവിടെ 2 × 1 പ്ലസ് 2 × √3 ഡിവൈഡ് ബൈ എത്രയാ? √3 × 1 ഈസിക്കൽ ടു 1/√2 അനക്കണ്ട അതേപോലെ തന്നെ എഴുതി ഡിവൈഡ് ബൈ 2 പ്ലസ് 2 √3 എന്ന് വന്നു ഡിവൈഡ് ബൈ എത്രയാ? √3. ഓക്കെ, ഇത് നമ്മൾ റെസിപ്രോക്കൽ ഫോമിലാണ് കിടക്കുന്നത്. അതായത് നമുക്ക് സാധാരണഗതിയിൽ അത് വേണമെങ്കിൽ ഇതിന്റെ സൈഡിലോട്ട് എഴുതി വെച്ചേക്കണം, എവിടെയെങ്കിലും സൈഡിലോട്ട് എഴുതി വെച്ചേക്കണം. a/b ഹോൾ ഡിവൈഡഡ് ബൈ c/d എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവരെ a/b ഇൻറ്റു, അതായത് ഈ ഹോൾ ഡിവൈഡിനെ നിങ്ങൾക്ക് ഇൻറ്റു ആക്കണമെങ്കിൽ താഴെയുള്ളതിനെ നേരെ തിരിച്ചിടണം, d/c എന്നാക്കാം. പഠിച്ചിട്ടില്ലേ ഇത്? അതേ ഫോമിലല്ലേ കിടക്കുന്നത്. ഇത് a, ഇത് b, ഇത് c, ഇത് d, ആ ഫോമിലാണ് കിടക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് എന്ത് എഴുതാം? a/b അതേപോലെ തന്നെ എഴുതുക 1/2 ഇൻറ്റു, അല്ല 1/√2 ഇൻറ്റു തിരിച്ചിടണം √3 ഡിവൈഡ് ബൈ എന്താ? 2 പ്ലസ് 2 √3 അല്ലേ? ഓക്കെ, അങ്ങനെയാണ് നമുക്ക് എന്ത് എഴുതിയാൽ മതി? √3 ഡിവൈഡ് ബൈ എത്രയാ? √2 ഇൻറ്റു എത്ര? 2 പ്ലസ് 2 √3 എന്ന് വരും. ആണോ? കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഈ √2 അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം എന്ത് വരും? √3 ഡിവൈഡ് ബൈ എത്രയാ? 2√2 പ്ലസ് എത്രയാ? 2 ഇൻറ്റു √2 ഇൻറ്റു √3 ആണോ? അങ്ങനെയാണെങ്കിൽ √3 ഡിവൈഡഡ് ബൈ 2√2 പ്ലസ് ഇതെന്താ? √2 ഇൻറ്റു √3 √6 എന്ന് എഴുതാം. റൂട്ട് ഉള്ളതിനെ നമുക്ക് √2 പ്ലസ് √3 ഒരിക്കലും √5 എന്ന് എഴുതാൻ പറ്റുന്നില്ല. പക്ഷെ √2 ഇൻറ്റു √3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് √6 എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇപ്പൊ നമുക്ക് എന്താന്ന് എഴുതാം? 2√6 എന്ന് എഴുതാം. എഴുതാവോ? എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒന്നൊരു കാര്യം ചെയ്യാം നമുക്ക്. √3 ഡിവൈഡഡ് ബൈ, ഇത് ഡിനോമിനേറ്ററിൽ ഒരിക്കലും റൂട്ട് വരാൻ പാടില്ല. ആ റൂട്ട് മാറ്റി എഴുതാൻ വേണ്ടി നമ്മൾ റാഷണലൈസ് ദ ഡിനോമിനേറ്റർ എന്ന് പറയുന്ന സാധനം കഴിഞ്ഞ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടോ? അത് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ മതി? വേണ്ട, അതായത് ഇനി റാഷണലൈസ് ദ ഡിനോമിനേറ്റർ. ഓൺ റാഷണലൈസിങ് the denominator നമുക്ക് എന്തെന്ന് എഴുതാം? ഇങ്ങനെ എഴുതാം. √3 ഡിവൈഡ് ബൈ 2√2 പ്ലസ്, ഒരു സെക്കൻഡ്, ഓക്കെ, 2√2 പ്ലസ് 2√6നെ ഇൻറ്റു ആക്കിയിട്ട് നമ്മൾ ഈ ഡിനോമിനേറ്ററിനെ സൈൻ മാറ്റി മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യാം. 2√2 മൈനസ് 2√6 ഡിവൈഡ് ബൈ 2√2 മൈനസ് 2√6. ഓക്കെ ആണോ? ഇനി എന്ത് ചെയ്യാ? ന്യൂമറേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ, ഡിനോമിനേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ. അപ്പൊ നമുക്ക് √3 ഇൻറ്റു 2√2 മൈനസ് 2√6 ശരിയല്ലേ? ഡിവൈഡഡ് ബൈ ഇവിടെ നിങ്ങൾ 2√2 പ്ലസ് 2√6 ഇൻറ്റു 2√2 മൈനസ് 2√6 ആണോ? മുകളില് നമുക്ക് വേണമെങ്കിൽ റൂട്ട് അകത്തോട്ട് കയറ്റി എഴുതാം. നമ്മുടെ ആൻസറിനെ അനുസരിച്ച് നിങ്ങളുടെ ഇപ്പൊ അതിനകത്ത് ആൻസർ എത്രയാണ് തന്നിരിക്കുന്ന? ആൻസർ 3√2 minus √6/8. 3√2 minus √6/8 അല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ ഈ √3നെ ഞാൻ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 2√18. 2√18 ഇവിടോ? ആദ്യത്തേതോ?
അല്ല 2√6 മൈനസ് 2√18 2√18 ഡിവൈഡഡ് ബൈ താഴെ നോക്കിയേ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമിലല്ലേ ഇത് കിടക്കുന്നത്. ഇത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമിലല്ലേ കിടക്കുന്നത്, ആണോ? അതെ. അപ്പൊ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം എന്തെന്ന് എഴുതാം. ഇവിടെ നമുക്ക് 2√2 ദ ഹോൾ സ്ക്വയർ മൈനസ് എന്താ 2√6 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. എഴുതാവോ? ഓക്കെ. അപ്പൊ അവിടെ നിന്ന് നമുക്ക് എന്തെഴുതാം? മോളില് നമുക്ക് 2 കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്തെന്ന് വരും? √6 മൈനസ് എന്താ √18 എന്ന് വരും, ആണോ? താഴെ നോക്കി √2 ദി ഹോൾ സ്ക്വയർ 2√2 ദി ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ 2 ഇൻറ്റു 2 ഇൻറ്റു √2 ഇൻറ്റു √2 അല്ലേ? അതായത് 2 ഇൻറ്റു 2 ഇൻറ്റു √2 ഇൻറ്റു √2 ആണ് ഇവിടെ. ഇവിടെ 2 ഇൻറ്റു 2 ഇൻറ്റു √6 ഇൻറ്റു √6 ആണ്, ആണോ? അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? അതിനെ നമുക്ക് നോക്കിയോ 2 ഇൻറ്റു √6 മൈനസ് √18 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2 4 √2 ഇൻറ്റു √2 2 ആണ്. 4 ഇൻറ്റു 2 8 8 മൈനസ് എന്താണ് ഇവിടെ 2 ഇൻറ്റു 2 4 √6 ഇൻറ്റു √6 അപ്പം 6 ആണ്. അപ്പം 4 ഇൻറ്റു 6 24 ആണോ? ഓക്കെ. അങ്ങനെയാണ് നമുക്ക് എന്തെന്ന് വരുന്നു 2 ഇൻറ്റു √6 മൈനസ് √18 ഡിവൈഡഡ് ബൈ 8 മൈനസ് 24 എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയാ -60 ആണോ? ഓക്കെ. ഇനി നമുക്ക് -16 കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നോക്കിയോ ഇവിടെ 16ഉം 2 കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ -8 വരും, ആണോ? ഇനി ഞാൻ എന്ത് ചെയ്യാന്നറിയോ, ഈ മൈനസിന് ശരിക്കും -a/b എന്ന് പറഞ്ഞാലും a/b എന്ന് പറഞ്ഞാലും രണ്ടും എന്തിന് ഈക്വലാ? രണ്ടിനും -a/b ഈക്വൽ അല്ലേ? മോളിൽ വന്നാലും താഴെ വന്നാലും മൈനസ് രണ്ടു പേർക്കും ഉണ്ടല്ലോ. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ഈ മൈനസ് നടുക്കോട്ട് എഴുതുന്നു. എന്നിട്ട് നമുക്ക് ഈ √6നെ ഞാൻ √3 ഇൻറ്റു √6 എന്ന് തന്നെ കിടക്കട്ടെ. √3 വേണം. √3 ഇൻറ്റു √2 എന്ന് എഴുതുന്നു. മൈനസ് ഇവിടെ ഞാൻ √9 ഇൻറ്റു 2 എന്ന് എഴുതുന്നു. കുഴപ്പമുണ്ടോ? √9 ഇൻറ്റു √2 എന്ന് എഴുതുന്നു. √9 ഇൻറ്റു √2 എന്ന് എഴുതുന്നു. √9 ഇൻറ്റു √2 8നെ അങ്ങനെ ആക്കി എഴുതുന്നു. ഡിവൈഡ് ബൈ എന്താ 8 ആണോ? ഓക്കെ. ഇവിടെ നിന്ന് എനിക്ക് എന്ത് കോമൺ എടുക്കാം നോക്കിയാ. ഇവിടുന്ന് ഒരു കാര്യം കൂടെ നോക്കാം. ഇവിടുന്ന് നിങ്ങളുടെ ആൻസറിലേക്ക് എത്തിക്കാൻ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത്രയും മതിയാ, ഇതേ ഉള്ളൂ ആൻസർ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ പുറകിൽ തന്നിരിക്കുന്ന ആൻസറിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് നോക്കുന്നത്. അപ്പൊ ഇവിടെ നിന്ന് ഞാൻ എന്താ ഇവിടെ ഞാൻ അതേപോലെ തന്നെ എഴുതാൻ പോവാണ്. നോക്കിക്കോളൂ. ഇവിടെ ഞാൻ അതേപോലെ എഴുതാൻ പോവാണ്. √3 ഇൻറ്റു √2 മൈനസ് ഇവിടെ നമുക്ക് 3√2 എന്ന് എഴുതാം. ഓക്കെ. ബ്രാക്കറ്റിന്റെ വെളിയിൽ ഒരു മൈനസ് ഉണ്ട്. ഡിവൈഡ് ബൈ 8. ഓക്കെ. കാരണം 9ന്റെ √3 അല്ലേ? ഇനി ഈ മൈനസിനെ ഞാൻ 2ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൈനസിനെ 2ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? മൈനസ് ഈ ഇവിടെ വേണമെങ്കിൽ √6 എന്ന് തന്നെ കിട്ടും. √6ലല്ലേ കിടക്കുന്നത്. -√6 ആ മൈനസ് വെച്ചിട്ട് ഇപ്പുറത്തെ മൈനസ് വരുമ്പോൾ അത് പ്ലസ് എന്ത് വരും? 3√2 എന്ന് വരും. ഡിവൈഡ് ബൈ 8. അതിനെ അറേഞ്ച് ചെയ്തിട്ട് 3√2 മൈനസ് √6 ഡിവൈഡ് ബൈ 8. ഇതല്ലേ നിങ്ങളുടെ ഫൈനൽ ആൻസർ? ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഇതൊരു വലിയ ക്വസ്റ്റ്യൻ ആണ്. ചെറിയ ക്വസ്റ്റ്യൻ ആയിരുന്നു, പക്ഷെ ഇത് വലിയ ആൻസർ ആണ്. ഡീനെ ട്രിഗ്നോമെട്രിയുടെ ഫസ്റ്റ് ഭാഗങ്ങൾ കിട്ടിയായിരുന്നോ? ഇല്ല. അപ്പൊ നീ ഒരു ഞാനേ മാത്സിന്റെ ഇത് ഇടുന്ന സമയത്ത് നീ ഞാനിപ്പോ ആദ്യത്തെ അതിന്റെ കൺസെപ്റ്റ് പഠിപ്പിച്ചത് ഞാൻ വീഡിയോ അയച്ചു തരാം. അത് കാണുക കേട്ടോ. സ്കൂളിൽ പഠിപ്പിച്ചോ ട്രിഗ്നോമെട്രി? പഠിപ്പിച്ചു. അപ്പം അത്യാവശ്യം അറിയാലോ. ഓക്കെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ മുതൽ ചെയ്തു തുടങ്ങിയോ കേട്ടോ. ഞാൻ ഇതിന്റെ ഫസ്റ്റ് ക്ലാസ് ഓൾറെഡി എടുത്തായിരുന്നു. അതിന്റെ വീഡിയോ ഞാൻ അയച്ചു തരാം. അത് കണ്ടിട്ട് അടുത്ത ക്ലാസ്സിൽ കയറണേ.
ഡൗട്ട് ഉണ്ടോ ചോദിക്കണേ. ക്ലിയർ ക്ലിയർ എഴുതിയെടുത്തോ. ആയി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ഡീൻ ഇവിടെ മുതൽ ചെയ്തു. sin 30 plus tan 45 minus cosec 60 divided by sec 30 plus cos 60 plus cot 45. ഡീൻ ഇതിന്റെ വാല്യൂ ഒക്കെ അറിയാവോ ഡീനെ? ഇല്ല. ഓക്കെ, അപ്പം അത് സ്കൂളിൽ പഠിപ്പിച്ചില്ല? പഠിപ്പിച്ചു, കാണാൻ അറിയത്തില്ല. അത് പഠിക്കണം. ഓക്കെ, അപ്പം sin 30 എന്ന് പറയുന്നത് നമുക്ക് 1/2 ആണ്, പ്ലസ് tan 45 എന്ന് പറയുന്നത് 1 ആണ്, മൈനസ് cosec 60 എന്ന് പറയുമ്പോൾ sin 60യുടെ നേരെ ഓപ്പോസിറ്റ് ആണ്. sin 60 √3/2 ആണെങ്കിൽ cosec 60 2/√3 ആയിരിക്കും, ഡിവൈഡഡ് ബൈ sec 30 എന്ന് പറയുമ്പോൾ cos 30യുടെ റെസിപ്രോക്കൽ ആയിരിക്കും. cos 30 എന്ന് പറയുമ്പോൾ എത്രയാ? cos 30 √3/2 ആണ്, അപ്പൊ sec 30 2/√3 ആയിരിക്കും. 2/√3 പ്ലസ് cos 60 എന്ന് പറയുന്നത് sin 60 √3/2 ആണ്, cos 60 തന്നെയല്ലേ? അല്ല, cos 60 1/2 ആണ്, sin 30 cos 60 1/2 ആണ്, പ്ലസ് cot 45 1 ആണ്. എല്ലാ സബ്സ്റ്റിറ്റ്യൂഷനും കഴിഞ്ഞു. ഇനി നമുക്ക് മുകളിലും താഴെ LCM എടുക്കുക എന്നുള്ളതാണ്. ഇവിടെ എന്താ LCM എടുക്കാൻ എന്താ വേണ്ടത്? ഇവിടെ ഡിനോമിനേറ്ററിൽ 2 ആ വന്നിരിക്കുന്നത്, ഇവിടെ ഡിനോമിനേറ്ററിൽ 3 ആ വന്നിരിക്കുന്നത്, √3 ആണ്. ഇവിടെ ഡിനോമിനേറ്ററിൽ ഒന്നുമില്ല, 1 ആണ്. ഓക്കെ, ഇവിടെ അതേപോലെ ഇവിടെ ഡിനോമിനേറ്ററിൽ √3 2, ഇവിടെ 1 ആണ്. അപ്പൊ ഇതെല്ലാം സെയിം ആക്കണേ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ എന്ത് ചെയ്യുക? ഇൻറ്റു √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെയും ഇൻറ്റു √3. അപ്പൊ താഴെ 2√3 വന്നു. അപ്പൊ ഇവിടെ 1 ആണ്, അപ്പൊ 2√3 ഇല്ല, അപ്പൊ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 2√3 ചെയ്യണം, മുകളിലും ഇൻറ്റു 2√3 ചെയ്യാം. ഓക്കെ, ഇവിടെ ഇൻറ്റു 2 ചെയ്യാം, മുകളിലും ഇൻറ്റു 2 ചെയ്യാം. സിമിലർലി താഴെ ഇവിടെ ഇൻറ്റു 2 ചെയ്യാം, ഇവിടെ ഇൻറ്റു 2 ചെയ്യാം, ഇവിടെ ഇൻറ്റു √3 ചെയ്യാം, ഇവിടെ ഇൻറ്റു √3 ചെയ്യാം, ഇവിടെ ഇൻറ്റു 2√3 ചെയ്യാം, ഇവിടെ ഇൻറ്റു 2√3 ചെയ്യാം. അപ്പൊ ഡിനോമിനേറ്റർ എല്ലാം എന്താവും? സെയിം ആവും. മുകളിലത്തെന്റെയും താഴത്തെന്റെയും സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെ 1 ഇൻറ്റു √3 ആണ്, ഡിവൈഡഡ് ബൈ 2√3 പ്ലസ് അടുത്തത് 2√3 ഡിവൈഡ് ബൈ എത്രയാ? 1 ഇൻറ്റു 2√3 തന്നെ, മൈനസ് 2 ഇൻറ്റു 2 4 ഡിവൈഡഡ് ബൈ എത്രയാണ്? 4 ഡിവൈഡഡ് ബൈ 2√3 ആണ്. ഇത് ന്യൂമറേറ്ററിലെ കഴിഞ്ഞു. ഡിനോമിനേറ്ററിലും അതേപോലെ തന്നെ 4 ഡിവൈഡഡ് ബൈ 2√3 പ്ലസ് √3 ഡിവൈഡഡ് ബൈ 2√3 പ്ലസ് 2√3 ഡിവൈഡഡ് ബൈ 2√3. ഓക്കെ ആണല്ലോ? അപ്പൊ ഡിനോമിനേറ്റർ എല്ലാം സെയിം ആയി. അപ്പൊ നമുക്ക് ഒരുമിച്ച് എഴുതാം. ഇവിടെ നിങ്ങൾ താഴെ എഴുതി പോണേ, ഞാൻ ഇങ്ങനെ എഴുതുന്നേ ഉള്ളൂ. അപ്പം √3 പ്ലസ് 2√3 മൈനസ് 4 ഡിവൈഡഡ് ബൈ എന്താ? ഒറ്റ 2√3 ആയിട്ട് എഴുതാം. ഹോൾ ഡിവൈഡഡ് ബൈ 4 പ്ലസ് √3 പ്ലസ് 2√3 ഡിവൈഡഡ് ബൈ 2√3. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഈ √3നെ നിങ്ങൾ ഒരു മാങ്ങയായിട്ട് എടുക്കുക. ഇവിടെ ഒരു √3 ആണ്, ഇവിടെ 2 √3 ആണ്. അപ്പൊ ഒരു മാങ്ങ 2 മാങ്ങ, ഒരു മാങ്ങയും 2 മാങ്ങയും കൂടെ കൂട്ടിയാൽ മൊത്തം 3 മാങ്ങ. ഒരു √3 2 √3 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ മൊത്തം 3 √3. അപ്പൊ ഇതിനെ നമുക്ക് എന്താന്ന് എഴുതാം? 3√3 എന്ന് എഴുതാം. ഈക്വൽ ടു 3√3 മൈനസ് 4 ഡിവൈഡഡ് ബൈ 2√3 താഴെ കിടക്കുകയാണ്, ഹോൾ ഡിവൈഡഡ് ബൈ ഇവിടെ അതേപോലെ നോക്കി, ഒരു മാങ്ങ പ്ലസ് 2 മാങ്ങ 3 മാങ്ങ, അപ്പൊ 4 പ്ലസ് എത്രയാ? 3√3 ഡിവൈഡഡ് ബൈ 2√3. ഇതിപ്പം a/b ഡിവൈഡഡ് ബൈ c/d ഫോമില കിടക്കുന്നത്. നമ്മൾ പഠിച്ചായിരുന്നു, നമുക്കറിയാം a/b ഡിവൈഡഡ് ബൈ c/d എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവരെ ഇൻറ്റു ആക്കണമെങ്കിൽ a/b ഇൻറ്റു d/c എന്നാക്കണം. അതായത് ഈ ഹോൾ ഡിവൈഡിനെ മാറ്റിയിട്ട് ഇൻറ്റു ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിനോമിനേറ്ററിലുള്ള സാധനത്തിനെ റെസിപ്രോക്കൽ എടുക്കുക. അപ്പൊ ഇവിടെ അങ്ങനെ എടുക്കുന്ന സമയത്ത് നമുക്ക് എന്താ?
3 root 3 minus 4 divided by 2 root 3 into 2 root 3 divided by എത്രയാ 4 plus 3 root 3 എന്ന് വരും. ഈ 2 root 3 കട്ട് ചെയ്ത് പോയി ബാക്കി എന്തെന്ന് വരും 3 root 3 minus 4 divided by 4 plus 3 root 3 എന്ന് വരും. ഓക്കെ ആണോ? ഓക്കെ ആണെന്ന് പറയണേ രണ്ടാൾക്കാരും. ഓക്കെ. ഓക്കെ. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്നറിയോ? ഇവിടെ നമ്മൾ പറഞ്ഞായിരുന്നു കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ച റാഷണലൈസിങ് ദ ഡിനോമിനേറ്റർ. കാരണം ഡിനോമിനേറ്റർ ഉള്ളതിനകത്ത് റൂട്ട് വന്നു കഴിഞ്ഞാൽ റൂട്ടിനെ മാറ്റി എഴുതണം എന്നാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? താഴെ ഉള്ളതിന്റെ ഓപ്പോസിറ്റ് സൈൻ വെച്ചിട്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പം 3 root 3 minus 4 divided by 4 plus 3 root 3 into 4 minus 3 root 3 divided by എന്താ 4 minus 3 root 3. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മുകളിലത്തെ ന്യൂമറേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ, ഡിനോമിനേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ. 3 root 3 minus 4 into എന്താണ് 4 minus 3 root 3 whole divided by താഴെ നിങ്ങൾ നോക്കിയേ 4 plus 3 root 3 into 4 minus 3 root 3. ഇങ്ങനെയല്ലേ? അടുത്ത സ്റ്റെപ്പിൽ നോക്കിയോ, മുകളിലത്തെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണം ഓരോ ടേമും. എങ്ങനെയാണ്? 3 root 3 ആദ്യം എടുത്തിട്ട് രണ്ടാമത്തെ ബ്രാക്കറ്റുമായിട്ട് 4 minus 3 root 3. അടുത്തത് -4 എടുത്തിട്ട് രണ്ടാമത്തെ ബ്രാക്കറ്റുമായിട്ട് 4 minus 3 root 3 whole divided by താഴെ a plus b into a minus b ഫോമിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അവനെ a square minus b square എന്ന് എഴുതാം. അപ്പൊ നമുക്ക് 4 square minus 3 root 3 the whole square എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ നോക്കിയോ, ഇവനെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതിങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് 3 into 4 12 ആണ്. 12 root 3 minus ഇവിടെ എന്താ 3 into 3 into root 3 into root 3. 3 into 3 9 ആണ്. root 3 into 3 3 ആണ്. അങ്ങനെയാണ് നമുക്ക് എന്താ ഇവിടെ നമുക്ക് എന്തെന്ന് എഴുതാം 27 എഴുതാം. ശരിയല്ലേ? root 3 into 3 root 3 into 3 root 3 അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 3 into 3 into root 3 into root 3 എന്ന് എഴുതുന്നത്. 3 into 3 9, root 3 into root 3 3, 9 into 3 എത്രയാ 27. ഇതായിരിക്കും അവിടെ വരിക. ഓക്കെ, അപ്പൊ നോക്കിയോ, അപ്പം നമുക്ക് 12 root 3 മൈനസ് എന്തെന്ന് എഴുതാം 27 എഴുതാം. -16 പ്ലസ് ഈ മൈനസ് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും -4 into 3 -4 into -3 root 3 എന്ന് പറയുമ്പോൾ പ്ലസ് 12 root 3 എന്ന് വരും. ഡിവൈഡഡ് ബൈ 4 സ്ക്വയർ എന്ന് പറയുമ്പോൾ 16 മൈനസ് 3 root 3 യുടെ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ നമുക്കറിയാം 3 into 3 into root 3 into root 3 തന്നെയാണ് നേരത്തെ പോലെ. 9 into 3 ആണ്, അതായത് 27 ആണ്. നമുക്ക് 27 എഴുതാം. ഇനി നമുക്ക് മുകളില് കണ്ടോ, ഇവിടെ 12 മാങ്ങ, ഇവിടെയും 12 മാങ്ങ. അപ്പൊ നമുക്ക് 24 മാങ്ങ ഉണ്ട് മൊത്തം. അപ്പൊ 24 root 3 -27 -16 അപ്പൊ നമുക്ക് -43 എന്ന് വരും. 27 37 43 ഡിവൈഡഡ് ബൈ 16 -27 എന്ന് പറയുമ്പോഴത്തേക്കും 16 -27 എത്ര? 16 -27 എന്ന് പറയുമ്പോൾ 16ഉം 10ഉം 26ഉം 1ഉം 27, അപ്പം -11 എന്ന് വരും. ഓക്കെ, ഇനി നിങ്ങൾക്ക് മൈനസ് വേണമെങ്കിൽ കോമൺ എടുക്കാം. അല്ല, മൈനസ് ഈ താഴെയുള്ള മൈനസ് ജനറൽ ആയിട്ട് ഇങ്ങനെ എടുക്കാം. ഫ്രണ്ടിലോട്ട് രണ്ടുപേർക്കും ഉള്ളതാ, മുകളിലോട്ട് എടുക്കാം. അപ്പൊ മൈനസ് ഓഫ് എന്തെന്ന് വരും 24 root 3 -43 ഡിവൈഡഡ് ബൈ എന്തെന്ന് എഴുതാം 11 എന്ന് എഴുതാം. ആ മൈനസ് വേണേ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് -24 root 3 ആ മൈനസ് വെച്ച് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ് പ്ലസ് ആവും, +43 ഡിവൈഡ് ബൈ 11 എന്ന് എഴുതാം. അവിടുന്ന് വേണമെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള സാധനത്തിന് ആദ്യം എഴുതിയിട്ട് 43 -24 root 3 ഡിവൈഡ് ബൈ 11 എന്ന് എഴുതാം. ഇതായിരിക്കും ഫൈനൽ ആൻസർ. ഡൗട്ട് ഉണ്ടോ ചോദിക്കാം. സാറേ, റാഷണലൈസേഷൻ ചെയ്തത് ഒന്ന് കാണിക്കാവോ? ഇവിടാണോടാ? ഇച്ചിരി കൂടെ. ഓക്കെ ആണോ? ഓക്കെ.
കഴിഞ്ഞോ ജീനെ? കഴിഞ്ഞു. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ 5 cos square 60 plus 4 sec square 30 minus tan square 45 divided by sin square 30 plus cos square 30. ഇതാണ് നമ്മുടെ അടുത്തത്. അപ്പം ഇത് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കറിയാം ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു cos 60 എന്ന് പറയുന്നത് എന്താണ്? cos 60 1/2 ആണ്. അപ്പോൾ 1/2 സ്ക്വയർ, കാരണം cos square 60 ആണല്ലോ, പ്ലസ് 4 ഇൻറ്റു sec 30. കാരണം ഞാൻ sec 30 പഠിച്ചിട്ട് കാണാതെ പഠിച്ചിട്ടില്ല, പകരം ഞാൻ എന്താ പഠിച്ചത്? ഞാൻ പഠിച്ചത് കോസിന്റെ പഠിച്ചത്. cos 30 √3/2 ആണെന്ന് എനിക്കറിയാം. അതിന്റെ റെസിപ്രോക്കൽ ആയിരിക്കും sec എന്ന് ആണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ എന്താ 2/√3 സ്ക്വയർ അല്ലേ, മൈനസ് tan 45 എന്ന് പറഞ്ഞാൽ 1 ആണ്, 1 സ്ക്വയർ, ഹോൾ ഡിവൈഡ് ബൈ sin 30 എന്ന് പറയുമ്പോൾ 1/2 ആണ്, അതിന്റെ സ്ക്വയർ. അതേപോലെ തന്നെ cos 30 എന്ന് പറയുമ്പോൾ √3/2 ആണ്, അതിന്റെ സ്ക്വയർ. ഇനി ഇവിടെ ചെയ്യുന്ന സമയത്ത് 5 ഇൻറ്റു 1/4 എന്ന് വരുന്നു, കാരണം 1 സ്ക്വയർ ബൈ 2 അല്ല 1 സ്ക്വയർ ബൈ 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 1/4 ആണ്. പ്ലസ് 4 ഇൻറ്റു 2 സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്കും ഈ സ്ക്വയർ രണ്ടിനും കൊടുക്കും, ഇതിനും സ്ക്വയർ കൊടുക്കും. അപ്പം 2 സ്ക്വയർ 4 ആണ്, √3 സ്ക്വയർ 3 ആണ്, 4/3 പ്ലസ് അല്ല -1 ഹോൾ ഡിവൈഡ് ബൈ താഴെ 1/4 പ്ലസ് എത്രയാ 3/4 എന്ന് വരുന്നു. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്തെന്ന് എഴുതാം? 5/4 മുകളിൽ എഴുതാം, പ്ലസ് 16/3 എന്ന് എഴുതാം, -1 എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ താഴെ ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്തെന്ന് എഴുതാം? 1 + 3/4 എന്ന് എഴുതാം, 1 + 3/4 എന്ന് എഴുതാം. മോളിൽ എൽസിയം എടുക്കേണ്ടി വരും. മോളിൽ എൽസിയം എടുക്കുമ്പോൾ ഇവിടെ 4 ഇവിടെ 3 ആണ്, അപ്പം ഇവിടെ ഇൻറ്റു 3 ചെയ്യുക, മോളിൽ ഇൻറ്റു 3 ചെയ്യുക, ഇവിടെ ഇൻറ്റു 4 ചെയ്യുക, മോളിൽ ഇൻറ്റു 4 ചെയ്യുക, കാരണം 12 ആണ് എൽസിയം. അപ്പൊ ഇവിടെ എന്താ? ഇവിടെ 3 × 4 ആണ്, മുകളിൽ എത്രയാ 3 × 4 ആണ്. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ 15/12 പ്ലസ് 64/12 പ്ലസ് മൈനസ് 12/12 ഹോൾ ഡിവൈഡ് ബൈ 4/4. അവിടെ മുകളിൽ നമുക്ക് 15 പ്ലസ് 64 മൈനസ് 12 ഡിവൈഡ് ബൈ 12 എന്ന് എഴുതാം, ഡിവൈഡ് ബൈ 4/4. ആ 4/4 എന്ന് തന്നെ എഴുതിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവണം. 1 എന്ന് എഴുതാം, അത്രേ ഉള്ളൂ. 1 എന്ന് എഴുതി കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, പിന്നെ മുകളിൽ മാത്രം എഴുതിയാൽ മതി. അപ്പൊ ഇവിടെ മുകളിൽ 65 10 75 5 80 അല്ലേ, 64 10 74 5 79. 79 ന്ന് 12 പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 79 ന്ന് 10 പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 69, 2 കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 67. അപ്പം 67/12 ഹോൾ ഡിവൈഡ് ബൈ 1 ആണ്. അപ്പൊ നമുക്ക് എന്താ എഴുതാം? 67/12 എന്ന് എഴുതാം. ഇതായിരിക്കും അതിന്റെ ആൻസർ. ആൻസർ ഒന്ന് ചെക്ക് ചെയ്യണം, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ആൻസർ തന്നെ, ഏതാ? ബാക്ക് ആൻസർ തന്നെ. ഇത് തന്നെയാണോ? അതെ. ഓക്കെ.
ഓക്കെ, അടുത്ത എഴുതിക്കോളൂ. 2 tan 30 ഡിവൈഡഡ് ബൈ 1 പ്ലസ് tan സ്ക്വയർ 30. ഇവിടെയും നമ്മൾ ചെയ്യാൻ പോകുന്നത് 2 ഇൻറ്റു tan 30 എന്ന് പറയുന്നത് 1/√3 ആണ്, ഹോൾ ഡിവൈഡ് ബൈ 1 പ്ലസ് tan സ്ക്വയർ 30 എന്ന് പറയുമ്പോൾ 1/√3 ദ ഹോൾ സ്ക്വയർ ആണ്. ഈസ് ഈക്വൽ ടു മുകളിൽ നമുക്ക് 2/√3 ആക്കാം, കാരണം 2 ഇൻറ്റു 1 2/√3 ആക്കി. ഇവിടെ നമ്മൾ 1 പ്ലസ് 1 സ്ക്വയർ ഡിവൈഡ് ബൈ √3 സ്ക്വയർ എന്ന് പറയുമ്പോൾ 1/3 എന്ന് എഴുതാം. താഴെ എൽസിയം എടുക്കേണ്ടി വരും. 2/√3 ഡിവൈഡഡ് ബൈ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എന്താണ് 3, എൽസിയം എടുക്കുമ്പോൾ 3 ആണ്. അപ്പോൾ 3 ഇവിടെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 3 + 1 ഡിവൈഡഡ് ബൈ 3 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് 2/√3 ഹോൾ ഡിവൈഡ് ബൈ 4/3 എന്ന് എഴുതാം. റെസിപ്രോക്കൽ കൺസെപ്റ്റ് വെച്ചിട്ട് 2/√3 ഇൻറ്റു 3/4 എന്ന് എഴുതാം. ഇത് രണ്ടും കട്ട് ചെയ്യുന്നു, ഇത് 2 ആക്കുന്നു. എന്നിട്ടുണ്ടല്ലോ ഇവിടെ ഒരു ടെക്നിക്ക് ആലോചിക്കണം. ഈ √3നെ ഞാൻ, അല്ല ഈ 3നെ ഞാൻ, ഈ മുകളിലത്തെ 3നെ, ഈ 3നെ ഞാൻ എന്താക്കാൻ പോകുന്നറിയോ, √3 ഇൻറ്റു √3 എന്നാക്കാൻ പോകാം. ഹോൾ ഡിവൈഡ് ബൈ താഴെ √3 ഇൻറ്റു 2. ഓരോ √3 വെട്ടിപ്പോയി, ബാക്കി എന്താ, √3/2. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു MCQ പോലെ ചോദ്യമാണ്. അവർ പറഞ്ഞിരിക്കുന്നത് ഇത് എന്തിന് ഈക്വൽ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഒന്ന് എന്താണ്, sin 60 കൊടുത്തിട്ടുണ്ട്, അടുത്തത് cos 60 കൊടുത്തിട്ടുണ്ട്, ഒന്ന് tan 60 കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ sin 30 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാലോ ഇത് sin 60യുടെ വാല്യൂ ആണിത്, √3/2. അപ്പൊ ഇവിടെ ഈ 3ക്ക് √3 ഇൻറ്റു √3 എന്ന് കൊടുക്കുവാണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല എങ്കിൽ ഈ ആൻസർ കിട്ടില്ല, അവിടെ വെച്ച് സ്റ്റക്ക് ആവും നിങ്ങൾ. ഓക്കെ ആണോ? ഓക്കെ. ഡീനോ ഓക്കെ ആണോടാ? ഓക്കെ ഓക്കെ. ഡീനെ ഓക്കെ ആണെങ്കിൽ ആണെന്ന് പറയാവോ കേട്ടോ. ഞാൻ ഈ ഫസ്റ്റ് ടോപ്പിക്ക് പഠിപ്പിക്കാത്തതുകൊണ്ടാണ് ഞാൻ ഈ ചോദിക്കുന്നത്. മനസ്സിലായി, വാല്യൂ ഇടുന്നതിൽ മാത്രമേ ഇതേ ഉള്ളൂ, വാല്യൂസ് ഓർക്കാൻ വേണ്ടിയുള്ളൊരു ഇതേ ഉള്ളൂ. വാല്യൂസ് പഠിക്കണം, അതിപ്പോ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കാണാൻ പഠിക്കണം. അതിനകത്ത് ഞാൻ ഒരു ടെക്നിക്ക്, എന്റെ വീഡിയോ ആണ്, ഞാൻ അതിനകത്തൊരു ടെക്നിക്ക് പഠിപ്പിച്ചിട്ടുണ്ട്, അത് വെച്ചിട്ട് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 1 മൈനസ് tan സ്ക്വയർ 45 ഡിവൈഡഡ് ബൈ 1 പ്ലസ് tan സ്ക്വയർ 45 ഈസ് ഈക്വൽ ടു എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. 4 ഓപ്ഷനിൽ ഒരെണ്ണം tan 90 ആണ്, പിന്നെ 1 ആണ്, പിന്നെ sin 45 ആണ്, പിന്നെ 60 ആണ്. 0 ഡിഗ്രി. അപ്പൊ നമുക്ക് നോക്കാം. ഇപ്പം 1 മൈനസ് tan 45 എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയാ? 1 മൈനസ് tan 45 എന്ന് പറയുമ്പോൾ എത്രയാ? tan 45 എന്ന് പറയുമ്പോൾ 1 സ്ക്വയർ ഡിവൈഡ് ബൈ 1 പ്ലസ് 1 സ്ക്വയർ. അപ്പൊ നമുക്ക് എത്ര? 1 മൈനസ് 1 0, 0/2. 0/2 എന്താ? 0/2 എന്താ മക്കളെ? 0. 0/2 0. അപ്പൊ അതിന്റെ ആൻസർ എന്താ? 0. അടുത്ത ക്വസ്റ്റ്യൻ 2 tan 30 ഡിവൈഡഡ് ബൈ 1 മൈനസ് tan സ്ക്വയർ 30. നമുക്കറിയാം 2 tan 30 എന്ന് പറയുമ്പോൾ tan 30 എന്ന് പറയുമ്പോഴത്തേക്കും 1/√3 ആണ്, ഹോൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് 1/√3 ദ ഹോൾ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ 2/√3 ഡിവൈഡഡ് ബൈ 1 മൈനസ് 1/3 എന്ന് വരും. അപ്പൊ നമുക്ക് 2/√3 ഡിവൈഡഡ് ബൈ 3 മൈനസ് 1/3 എന്ന് വരും. 2/√3 ഡിവൈഡഡ് ബൈ 2/3 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റേ റെസിപ്രോക്കൽ കൺസെപ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 2/√3 ഇൻറ്റു 3/2 എന്ന് വരുന്നു. 2 കട്ട് ചെയ്ത് കളയുന്നു.
അങ്ങനെയാണെങ്കിൽ ബാക്കി മുകളിലത്തെ അപ്പൊ നമുക്ക് 3/√3 എന്ന് വരുന്നു. 3/√3 നമ്മൾ എന്താ 3 നമുക്ക് √3 ഇൻറ്റു √3 എന്നാക്കാം. ഡിവൈഡ് ബൈ എത്രയാ √3 ആണ്. ഈ √3 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ആൻസർ ഫൈനൽ ആൻസർ √3 ആയിട്ടുണ്ട്. √3 എന്തിന്റെ വാല്യൂ ആ √3 എന്ന് പറയുന്നത് tan 60യുടെ വാല്യൂ. അവിടെ 4 ഓപ്ഷൻ ആയിരുന്നു ഇതിന് ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഒന്ന് cos 60, ഒന്ന് sin 60, ഒന്ന് tan 60, ഒന്ന് sin 30. അപ്പം ഇവിടെ നമുക്കറിയാം cos 60 എന്ന് പറയുന്നത് 1/2 ആണ്. sin 60 എന്ന് പറയുമ്പോൾ √3/2 ആണ്. sin 30 എന്ന് പറയുമ്പോൾ 1/2 ആണ്. tan 60 ആണ് √3 ആയിട്ട് വരുന്നത്. അപ്പൊ tan 60 ആണ് ഇതിന്റെ ആൻസർ. ഇത് √3 കിട്ടിയോ? ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് sin 2a is equal to 2 sin a. Sin a is true when a is equal to 4 ഓപ്ഷൻ ഉണ്ട് 0, 30, 45, 60. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഓപ്ഷനിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി ചെയ്യുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. കാരണം എന്താണെന്നറിയോ, ഈ sin 2a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇക്വേഷൻ ഉണ്ട്. sin 2a നമ്മൾ ഐഡന്റിറ്റി പഠിപ്പിച്ച പോലെ sin 2aക്ക് 2 sin a cos a എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് ഇത് ചെയ്യേണ്ടത്. അപ്പൊ അത് നമ്മൾ പഠിക്കാത്തത് കൊണ്ടും അത് നമുക്ക് പഠിക്കാനല്ല, +1 പഠിക്കാനുള്ളൂ. അതുകൊണ്ടും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. അതായത് ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു, ഞാൻ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു എക്ക് വരാം. അതായത് a is equal to 0, ഞാൻ എടുക്കുക അങ്ങനെ. എന്നിട്ട് എന്ത് ചെയ്യാം, ഞാൻ ഇവിടെ കൊടുക്കുക sin into 2 into 0 is equal to sin 2 into 0 എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര, sin 2 into 0 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും, is equal to sin 0 എന്ന് കിട്ടും. sin 0 എന്ന് പറഞ്ഞാൽ എന്താ, sin 0 0 ആണ്. അപ്പുറത്ത് നോക്കുകയാണ് 2 into sin a ആണ്, 2 into sin 0 എന്ന് കൊടുക്കും. നമുക്കറിയാം sin 0 0 ആയതുകൊണ്ട് 2 into 0 ഇതും 0 ആണ്. കണ്ടോ, ആൻസർ എന്താ, എ എന്തായിരിക്കും, ഇതിന്റെ ആൻസർ എന്തായിരിക്കും, 0 ആയിരിക്കും. ഇത് നമ്മൾ ആ ഓപ്ഷനിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയതാണ് കേട്ടോ, അങ്ങനെയാ ചെയ്തത്. കാരണം ഇത് ഡയറക്റ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെ എഴുതണമെന്ന് അറിയാമോ, sin 2 തീറ്റയ്ക്ക് നമുക്ക് 2 sin തീറ്റ cos തീറ്റ എന്ന് പറഞ്ഞൊരു ഐഡന്റിറ്റി ഉണ്ട്. അല്ലെങ്കിൽ sin 2aക്ക് 2 sin a cos a എന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റി ഉണ്ട്. നമ്മൾ പഠിച്ചിട്ടില്ല, പഠിക്കാനില്ല തന്നെ. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ആയിട്ട് sin 2aക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം, 2 sin a cos a is equal to എന്തെന്ന് എടുക്കാം, 2 sin a എന്ന് എഴുതാം അല്ലേ. നമുക്കറിയാം ഇപ്പോഴത്തെ 2 sin a ഇവിടുത്തെ 2 sin a വെട്ടി പോകുമ്പോൾ cos a is equal to 1. cos a യുടെ ഏത് വാല്യൂക്കാണ് 1 വരുന്നത്, cos 0 ആണ്. അപ്പൊ a എന്തായിരിക്കണം, 0 ആയിരിക്കണം. കണ്ടോ, അങ്ങനെ അതാണ് ഇതാണ് ശരിക്കുള്ള മെത്തേഡ് ചെയ്തത്. ഇത് നമുക്ക് ആ ഐഡന്റിറ്റി പഠിക്കാൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ എന്ത് ചെയ്തു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി. എക്ക് 30 കൊടുത്തു കഴിഞ്ഞാൽ sin 2 into 30 എന്ന് പറയുമ്പോൾ sin 60. sin 60 എന്ന് പറയുമ്പോഴത്തേക്ക് √3/2 ആണ്. എന്നാൽ 2 into sin 30 നോക്കിയാൽ sin 30 1/2 ആണ്. അപ്പൊ 2 into 1/2 എന്ന് പറയുമ്പോൾ 2/2 1 ആയിരുന്നു, ഈക്വൽ ആകത്തില്ല. അങ്ങനെ 45 കൊടുത്താലും 60 കൊടുത്താലും സെയിം കണ്ടീഷൻ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാൻ നോക്കിക്കോളൂ. If tan a plus b is equal to √3 and tan a minus b is equal to 1 by √3, 0 degree less than a plus b less than or equal to 90 degree, where a greater than b. Find a and b. Find a and b. ഇതാണ് ചോദ്യം. അറിയാമോ? ശ്രേയക്ക് അറിയാമോ? ഇല്ല. ഡീൻ അറിയാമോ? ഇല്ല. ഡീനെ ഇല്ല ഇല്ല ഇല്ല. അപ്പം നോക്കിയോ, നമുക്ക് ചെയ്യാം. അതായത് tan a plus b എന്ന് പറയുന്നത് √3 ആവണമെങ്കിൽ നോക്കിയോ, tan 60യുടെ വാല്യൂ അല്ലേ √3? ആണോ ശ്രേയ? അതെ. അപ്പൊ ഈ a plus b നെ നമുക്ക് എന്തായിട്ട് എടുക്കാം? 60. അപ്പം അങ്ങനെ എഴുതേണ്ട എങ്ങനെയാണെന്ന് അറിയാമോ? we have tan 60 is equal to √3 as tan a plus b is equal to √3. like given tan a plus b is equal to √3, therefore നമുക്ക് എന്തെന്ന് എഴുതാം? a plus b is equal to 60 എന്ന് എഴുതാം. okay, similarly we have tan 30 is equal to 1 by √3. given tan a minus b is equal to 1 by √3. അങ്ങനെയാണെങ്കിൽ നമുക്ക് a minus b നെ നമുക്ക് എന്താക്കാം? a minus b, therefore a minus b is equal to എന്തെന്ന് എഴുതാം? 30 എന്ന് എഴുതാം. ഇത് നമുക്ക് മറ്റേ ഇത് വെച്ചിട്ട് ചെയ്യാം. a plus b is equal to 60, a minus b is equal to 60, ലീനിയർ ഇക്വേഷൻ. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് സെക്കൻഡ് ഇക്വേഷൻ അങ്ങ് മൈനസ് ചെയ്യാം. അപ്പം ഇത് എല്ലാം മൈനസ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അല്ലെങ്കിൽ എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂഷൻ വഴി ചെയ്യാം, വേറെ ഒന്നും ചെയ്യണ്ട. നോക്കിയോ, അതായത് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം? ഇതിനെ നിങ്ങൾ ഇക്വേഷൻ 1 എന്ന് വിളിക്കുക, ഇതിനെ ഇക്വേഷൻ 1 എന്ന് വിളിക്കുക, ഇതിനെ ഇക്വേഷൻ 2 എന്ന് വിളിക്കുക. അപ്പൊ നമുക്കറിയാം a plus b 60 ആണെങ്കിൽ a is equal to 60 minus b എന്ന് എഴുതാം. ഇത് ഇക്വേഷൻ 3 എന്ന് വിളിക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ 3 ഇൻ എന്താ 2-നകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് മാറ്റിയതിനകത്ത് കൊണ്ട് വീണ്ടും 3 കൊണ്ട് 1-നകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യല്ലേ, 2-നകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എക്ക് പകരം എന്ത് കൊടുക്കാം? ഇവിടെ a minus b is equal to 30, അപ്പൊ എക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 60 minus b is equal to എത്രയാ? 30. അങ്ങനെയാണെങ്കിൽ നമുക്ക് 60 minus b എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയാ? -2b is equal to 30 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 60നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. അപ്പൊ -2b is equal to എത്രയാ? 30 minus 60 എന്ന് വരുന്നു. അങ്ങനെയാണ് -2b is equal to -30 എന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ മൈനസും മൈനസും പോയി b is equal to എത്രയാ? 30/2 എന്ന് വരുന്നു. അതായത് എത്ര വരുന്നു? 30/2 15 ആണ്. b 15 വന്നാൽ നമുക്കറിയാം a plus b, ഇത് താഴോട്ടാണ് എഴുതേണ്ടത്, ഞാൻ സൈഡിലോട്ടാണ് എഴുതുകയാണ്. നമുക്കറിയാം a plus b എന്ന് പറയുന്നത് എന്താ? a plus b എന്ന് പറയുന്നത് 60 ആണ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ b 15 കിട്ടിക്കഴിഞ്ഞാൽ a plus 15 is equal to 60 ആണെന്നും അവിടെ നിന്ന് a is equal to 60 minus 15 ആണെന്നും a is equal to നമുക്ക് 45 ആണെന്നും കിട്ടും. aയും കിട്ടി bയും കിട്ടി. മനസ്സിലായില്ലെങ്കിൽ ചോദിക്കാം.